കുടിക്കുന്ന ജ്യൂസിനകത്തും കഴിക്കുന്ന ഭക്ഷണത്തിലും കഴിക്കുന്ന മധുര പലഹാരങ്ങളിലുമെല്ലാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗിന്റെ കണ്ടന്റ് ഉണ്ട്. കുടിക്കുന്ന വെള്ളത്തിലും ജ്യൂസിലും വരെ ലഹരി പിടിമുറുക്കിയെങ്കിൽ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും അത് പ്രകടമാണ്. ഈ കറാമത്തൊന്നും പറയണ്ട, ഇത് നിർത്തിവെച്ച് പൂട്ടിപ്പൊക്കോണമെന്ന് പറഞ്ഞാൽ പോകൂല. ഇത് CM വലിയുല്ലാഹിയെ, ബഹുമാനപ്പെട്ട കുത്തുബില്ലാലം CM വലിയുല്ലാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടുകൂടി മടവൂരിന്ന് നല്ല നീയത്ത് നല്ലതാ. ആൾക്കാർ നിന്ന് മൂത്രമൊഴിക്കാൻ നമ്മൾ പറയാ, നിന്നിട്ട് മൂത്രമൊഴിക്കാനേ പാടില്ലാത്തുള്ളൂ അല്ലേ? പക്ഷേ ഈ ലിംഗത്തിലൂടെ പോരുന്നതൊക്കെ മൂത്രാക്കല്ലേ, അതിലെ പോരിനൊക്കെ നജസ. അങ്ങനെയാണെങ്കിൽ മനീകിപ്പം ത്വാഹിറല്ലേ? മൂത്രാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. മാസ്റ്റർബേഷൻ ബയോളജി ആടോ. മർനോഷ്, ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഷേഖ് സമ്മതം തന്ന പ്രകാരം നിങ്ങൾക്കും ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ജിന്നുകളിൽപ്പെട്ട ഒരു മഹാനായ നേതാവാണ് ഈ വിഷയത്തിൽ എൻ്റെ ഷേഖ്. മനുഷ്യന്മാരും പിരാന്ത് വിളിച്ചാലും സമ്മതം തരും. മക്കയും മദീനയും എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ വലിയകാരനാണ്, എൻ്റെ അടുത്തേക്ക് മക്കയും മദീനയും വരും. നിങ്ങളൊന്ന് വന്നിട്ടില്ല, എന്താ ഒരാളില്ലാതെ ഞാൻ ഈ ക്ലാസ് എടുത്താലേ, അതിനാണ് എനിക്ക് കൊറോണ വന്നത്. ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു മനുഷ്യല്ലാതെ. പറഞ്ഞു വന്നത്, സ്വബോധത്തിൽ ഇവരൊക്കെ ഇങ്ങനെ പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? MDMAൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ ഹോൾസെയിൽ ഡീലർമാർ ഇവരാണോ? അതോ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സംഘാടകർ കൊടുക്കുന്ന കട്ടൻ ചായ അതാണോ? അന്വേഷണവും ചികിത്സയും തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഇവരിൽ നിന്നാണ്. ഞാൻ AP അബൂബക്കർ മുസ്ലിയാർക്കെതിരായി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു, പരസ്യമായി മാപ്പ് പറഞ്ഞു, രഹസ്യമായി മാപ്പ് പറഞ്ഞു, പിന്നെ പരസ്യമായി പറഞ്ഞു. ഈ മാസം പോലും, ഈ ഡിസംബർ മാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് സുഖമില്ലായിരിക്കണം. അപ്പം അബ്ദുൽ ഹക്കീം അസ്ഹരിയെ വിളിച്ച് ഉപ്പാനോട് എനിക്ക് വലിയ സന്തോഷമാണ്, ഇഷ്ടമാണ്, ഉപ്പാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം കാരണം ഞാൻ ആ മനുഷ്യനെ കൂടി എനിക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ശരി, ഇതൊക്കെ തെറ്റൊക്കെ റബ്ബ് തീരുമാനിക്കണം. വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു. അത് ശരിയാ, പിരാന്ത് വിളിച്ച് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാപ്പ് പറയലുണ്ട്. അത് കെട്ടിറങ്ങുമ്പോഴായിരിക്കും. റഹ്മത്തുള്ള കാസിമിയെയും അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളെയും അവർക്ക് വേണ്ടി മാത്രമായി ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാം എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്.